ഞാൻ അനുമോളുടെ PR അല്ല. ഓക്കെ, പക്ഷേ ഇതിൽ ഞാൻ ഇത് കാണുന്ന പബ്ലിക്കിന് ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കാം. ഓക്കെ, ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ പേരാണ് ORM. സോ അതിന് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. ഇപ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ PR വർക്ക് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് എല്ലാവരും വിളിക്കുന്നത്. കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് PR വർക്ക് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു PR വർക്കൊക്കെ ചെയ്യാണെങ്കിൽ നല്ല കാശ് വേണം. അനുമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അത് ഞാൻ വേണമെങ്കിൽ അനുമോളുടെ ഫാമിലി അനുമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ തരാൻ റെഡിയാണ്. കാരണം അനുമോൾക്ക് ആ ഒരു സാമ്പത്തിക ശേഷി PR വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് PR വർക്കിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ചാറ്റ് റെക്കോർഡ് ഒക്കെ എൻ്റെ ഉണ്ട് കേട്ടോ. PR വർക്കിൻ്റെ ആവശ്യമില്ല, നീ എന്തായാലും എംബേഴ്സ് നിൽക്കും, നിനക്ക് അതിനുള്ള ഫാൻ ബേസ് എല്ലാം ഉണ്ട്. പിന്നെ ഈ അനുമോൾക്ക് ഇപ്പോൾ കാണുന്ന ആർമി പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ തൊട്ടേ ഉണ്ട് അനുമോൾക്ക്. അപ്പോൾ അനുമോൾക്ക് അങ്ങനെ കാശ് മുടക്കിയുള്ള ഒരു PR വർക്കിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അനുമോൾ PR ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ അനുമോൾക്ക് PR എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈ പുള്ളിക്കാരുടെ ഒഫീഷ്യൽ പേജ് മാനേജ്മെന്റ് ചെയ്യുന്നതും ഇപ്പോൾ അവരുടെ ഫാൻസ് ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെയാണ് PR ആയിട്ട് പലരും കാണുന്നത്. പക്ഷേ അതല്ല PRന് നമുക്ക് മീഡിയ സപ്പോർട്ട് വേണം. അപ്പോൾ നീ നിൽക്കുന്ന ഏതെങ്കിലും മീഡിയാസിന് ₹1 ഞാനോ അനുമോളോ മുടക്കിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ഒരു മീഡിയാസ് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ PR ഉണ്ടെന്ന്. ഒരു മീഡിയാസിന് ₹1 കൊടുക്കാത്ത പക്ഷം അവിടെ ഒരു PR വർക്ക് നടന്നിട്ടില്ല. 6 ലക്ഷം പോലും ഇറക്കാൻ പറ്റാത്ത, ഒരു 5 ലക്ഷം രൂപ ഇറക്കാൻ പറ്റാത്ത അനുമോളാണ് 16 ലക്ഷം രൂപ മുടക്കി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നത്. അത് തികച്ചും കള്ളമാണ് ആക്ച്വലി. അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ ആ തുക എവിടെ നിന്ന് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം ആക്ച്വലി. അത് പല ആൾക്കാരും അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കൊടുത്ത PR എമൗണ്ടിന്റെ ഡബിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും, അനുമോൾ ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാശ് മുടക്കിയിട്ടാണ്. അതാണ് അവിടെ വരുത്തി തീർക്കുന്നത്. അല്ലാതെ അനുമോൾ ജയിക്കുന്നതോ അനുമോൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഇമേജോ അല്ല. അനുമോൾ കുറേ കാശ് മുടക്കി ജയിച്ചു എന്ന് വരുത്തി തീർക്കണം. ആ ഒരു അജണ്ടയാണ് നടക്കുന്നത്. അനുമോൾ ഇന്നേ വരെ ഒരു PR എന്ന് പറഞ്ഞ ഒരു മീഡിയക്കും ₹1 മുടക്കിയിട്ടില്ല. ഒരു PRന് കാശ് മുടക്കി ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഏതെങ്കിലും തെളിവ്, ഏതെങ്കിലും മീഡിയാസിന് ₹1 PR കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന തുക ഞാൻ തരാം. ഇപ്പോൾ അനുമോൾക്ക് വേണ്ടി പറയുകയാണ്, ഞാൻ പറയുന്നത് അനുമോളുടെ നെഗറ്റിവിറ്റി, അതായത് അനുമോൾക്ക് എതിരെ വരുന്ന നെഗറ്റീവ് സാധനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ORM ആണ് ഞാൻ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം പോകും, അനുമോളുടെ ലൈഫ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, എത്ര ഡീഗ്രേഡിംഗ് കമന്റ്സ് ആണ് അനുമോൾക്കെതിരെ വരുന്നത്. ആ കമന്റ്സ് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരാൾ വേണം, ലീഗൽ സൈഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അനുമോൾക്ക് ഒരു കാര്യമുള്ളൂ, അത് അനുമോൾ ഹൗസിൽ പറഞ്ഞാണ്, അനുമോൾക്ക് നെഗറ്റീവ് വരാൻ പാടില്ല. അതായത് പുറത്ത് ആൾക്കൊരു ലൈഫ് വേണം. കാരണം ആൾ പുറത്ത് വന്നതിനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഒരാളാണ്. സോ ആൾക്കൊരു പുറത്ത് ലൈഫ് ഡാമേജ് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു കരിയർ. ഓൾറെഡി ലീഗൽ നോട്ടീസ് എല്ലാവർക്കും പോയിട്ടുണ്ട്, ഡീഗ്രേഡ് ചെയ്യുന്ന പലർക്കും എതിരെ കേസ് പോയിട്ടുണ്ട്. അനുമോളുടെ ചേച്ചി ഫാമിലി വളരെ കൺസേൺഡ് ആണ് ആ ഡീഗ്രേഡിങ്ങിനെതിരെ. അതിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ആള് അനുമോൾ തന്നെയാണല്ലേ. അത് PR-ന്റെ പേരിലായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനം അനുമോളിന് കേൾക്കേണ്ടി വന്നത്. ഒരുപാട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങി. അതായത് കൂടെയുള്ള സഹ മത്സരാർത്ഥികൾ വരെ അനുവിനെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ എത്തുന്ന ആ ഒരു ടൈമിൽ പോലും പുറത്തുപോയ മത്സരാർത്ഥികൾ തിരിച്ചു വന്നപ്പോൾ പോലും ഈ ഒരു PR-നെ ചൊല്ലി തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ അനുമോളെ നെഗറ്റീവ് ആക്കാൻ നോക്കിയത്. അപ്പൊ അത്തരത്തിൽ തന്നെ പല പ്രേക്ഷകർക്കും ഈ ഒരു അനുമോളിന്റെ PR-ന്റെ ബലത്തോടെയാണ് നിൽക്കുന്നത്, അപ്പൊ ഇനി ഒരു വോട്ടിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ച തന്നെയാണ് നടന്നത്. ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മത്സരാർത്ഥിയും അനുമോൾ തന്നെയാണ്. മാത്രവുമല്ല, അനുവിനോളം മോശമായ രീതിയിൽ ബിഗ് ബോസിൽ ഇടപെട്ട മറ്റൊരു മത്സരാർത്ഥിയും പരിപാടിയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നും അനുമോൾ ഒഴിവാക്കണമെന്നുമാണ് ചില പ്രേക്ഷകരുടെ വിമർശനം. എന്നാൽ താരത്തെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് പേര് വരുന്നുണ്ട്. അതായത് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വിന്നറാകേണ്ടത് അനിവാര്യമാണ് എന്നൊക്കെ പറഞ്ഞുള്ള കുറേ സപ്പോർട്ടിംഗ് കമന്റുകൾ തന്നെ അനുവിനുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഗ്രാൻഡ് ഫിനാലെ അടുക്കുമ്പോൾ തന്നെ അനുവിനുള്ള പ്രേക്ഷക പിന്തുണ കുറഞ്ഞു വരികയാണ്. കാരണം PR ബലത്തിൽ തുടരുന്ന അനുമോൾക്ക് എന്തിനാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പോലും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഫിനാലെ വീക്കിന്റെ ആദ്യ ദിനം മുൻ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എത്തിയ ശൈത്യ സന്തോഷും അതുപോലെ RJ ബിൻസി എന്നിവര് അനുമോളുടെ PR മുഖവുരേക്ക് പരസ്യമായിട്ട് തന്നെ വലിച്ചു കയറി. തനിക്കും PR ചെയ്തിരുന്ന ആള് തന്നെയാണ് അനുമോൾക്ക് PR ചെയ്യുന്നതെന്ന് ശൈത്യ പരസ്യമായിട്ട് പറഞ്ഞു. ആ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്നാൽ ശൈത്യയെ കുറിച്ചും ആ ഒരു PR, അതായത് ശൈത്യക്കും അനുമോളിനും ഒരേ PR വർക്ക് ചെയ്തെന്ന വ്യക്തി എന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തി പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. സിറ്റുവേഷൻ വെച്ച് ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം, വെറും 1.5 ലക്ഷം രൂപ കേട്ടോ. ആ 1.5 ലക്ഷം രൂപ എനിക്ക് തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യയുടെ ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം RJ ബിൻസി ഔട്ടായ ഒരു വീക്ക്. അപ്പൊ ആ ഒരു വീക്കിന് ശൈത്യ ഔട്ട് ആവേണ്ടതായിരുന്നു. അപ്പൊ ആദ്യത്തെ വീക്ക് RJ ബിൻസി ഔട്ടായി, അതിനുശേഷം RJ ബിൻസി ഔട്ടായി. ഈ RJ ബിൻസി ഔട്ടാവുന്ന വീക്കിന് വേണ്ടി അവരുടെ സമ്മതപ്രകാരമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, വോട്ട് കാശ് കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട്. ഇപ്പൊ നമ്മുടെ അക്ബറിനെ പിന്നീടൊക്കെ PR ചെയ്ത ചിന്ത കാശ് കൊടുത്ത് കഴിഞ്ഞാൽ അവർ വോട്ട് നമുക്ക് തരും. അതായത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതായത് ഇവർ കുറച്ച് പിള്ളേർ സെറ്റ് ഉണ്ട്. അവർ പോയിട്ട് ഒരാൾ 100 വോട്ട് 20 പേര് 100 വോട്ട് പിടിച്ച് 2000 വോട്ട് 3000 വോട്ട് നമുക്ക് ആവശ്യമുള്ള വോട്ട്. ഇപ്പൊ നമുക്ക് വേണ്ടത് 3000 വോട്ടാണെങ്കിൽ ആ 3000 വോട്ട് അവർ നമുക്ക് വാങ്ങിത്തരും. അപ്പം എത്രത്തോളമാണ് ഇതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലേ. എന്താണ് PR വർക്കെന്നും അല്ലെങ്കിൽ എന്താണെന്നും ശരിക്കും പറഞ്ഞാൽ ഏകദേശം പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇപ്പോൾ മറ്റൊരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അത് എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ ഈ ബിഗ് ബോസ് വിന്നർ എന്നുള്ള രീതിയിൽ അനീഷും അനുമോൾ എന്ന 2 പേര് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതും അനുമോൾക്കാണ് എന്നുകൂടിയുള്ള അഭിപ്രായമുണ്ട്.
അനുമോളിനെ സപ്പോർട്ട് ചെയ്ത് പല സെലിബ്രിറ്റീസും അതുപോലെ തന്നെ എന്താ പറയണത്, നമ്മളിപ്പോ ഓൺലൈൻ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അനുമോളുടെ പേര് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് കയറി വന്നൊരു കൊച്ചാണ്. കാരണം അവളെ അച്ഛൻ, അമ്മ, അവളെ ചേച്ചി ഭയങ്കര സത്യം. അവൾ ഇപ്പോഴും നമ്മൾ തോന്നിയിട്ടുണ്ട് അവൾ ഈ വർക്കിന് ഇറങ്ങിയാണ് ഇതേപോലെ. കാരണം ഞാനും ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഞാൻ അവൾ മിക്കപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത്. വൈറ്റിൽ നിന്ന് നമ്മൾ ബസ് എടുത്തിട്ടാണ് പോകുന്നത്. ഏത് ബസ് നമ്മുടെ ഈ മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് ബസ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് അതിനാണ് കയറി പോകുന്നത്. ഇവിടെ അവിടുത്തെ ബ്രോഡ്ബീൻ ഹോട്ടലിൽ നിന്ന് ഒരു പറതയിട്ടാണ് വന്നത്. കാരണം ഇവർക്ക് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 7-8 മണിയാവും. അവിടെ ഇറങ്ങി അടുത്ത ഷൂട്ട് പോകണം, അടുത്ത ലൊക്കേഷൻ പോകണം. സ്റ്റാർ മാജിക് കഴിഞ്ഞ് അവിടെ ട്രിവാൻഡ്രത്താണ് അവിടെ സീരിയലിൻ്റെ ഷൂട്ട് നടക്കണം. അവിടെ അതുപോലെ കഷ്ടപ്പെട്ട് ഉറക്കത്ത് വണ്ടി ഇരുന്ന് ഒരു പറതയിട്ടാണ് നടക്കുന്നത് ആളറിയാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെ പോകും. കാരണം അത് അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു കൊച്ചാണ്. അപ്പൊ അതിന് പിന്നിൽ ഒരു PR വർക്കിന്റെ ബലത്തിലാണ് അനുമോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധ്യത അറിയാം, എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റന്റും ഒരാൾക്ക് മാത്രമായിട്ട് ഒരു PR ഉണ്ടാവത്തില്ല അല്ലെ. അപ്പൊ എല്ലാ കണ്ടസ്റ്റന്റിനും PR വർക്ക് ഉണ്ടായിരിക്കും. എന്തായാലും ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു PR എന്നുള്ള വാക്ക് നമ്മൾ ഇത്രയധികം കേട്ട് തഴമ്പിച്ച് നിൽക്കുന്നത്. എന്തായാലും അനുമോളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്, അതായത് അനുമോളുടെ ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. അനുമോളുടെ റൂം അതിന് വലിയ പ്ലാച്ചി സ്റ്റാൻഡ് ചെയ്തിരുന്ന ഇവിടെയാ. അതിനാണ് കൊണ്ടുപോയത്. ആ പ്ലാച്ചിയാണ് ഇപ്പോഴത്തെ താരം. 12 മണിയാകുമ്പോൾ എണീക്കും, ഫുഡ് കഴിക്കും, വീണ്ടും ഫോണിൽ കളിക്കും, ജിമ്മിൽ പോകും, വൈകിട്ട് തിരിച്ചു വരും. ഇവിടെ കുറെ അവാർഡുകൾ ഉണ്ട് അല്ലേ? ഒത്തിരി ഉണ്ട്. അതെല്ലാം വീട്ടിൽ ആരുടെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഓട്ടുകൊടുത്ത പരിപാടിയൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? Live ചോദിക്കേണ്ട കാര്യമില്ല, എന്നാലും കാണും. ലൈവ് കാണുന്നത് കൊണ്ട് അതിനോടൊപ്പം ഇതും കാണും. കാണുന്നുണ്ട്. നമുക്ക് അമ്മയും അച്ഛനൊക്കെ എല്ലാവരും അകത്തുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇത് അനിക്കുട്ടിയുടെ വീടല്ലേ? അതെ, നമ്മൾ അതായത് കുടുംബ വീട് അരിനാടാണ്. ഇത് നമ്മളൊരു 3 വർഷമായി വാങ്ങിച്ചിട്ട് സ്ഥലം മേടിച്ച് നമ്മളെല്ലാവരും ഇവിടെ താമസിക്കും. ഇടയ്ക്ക് ഈ വീടിനെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. ഓരോ കടമുണ്ട്, ലോൺ ഉണ്ടെന്ന് പറഞ്ഞ ഈ വീടിനെ പറ്റിയാണ്. ഇതാണ് അനിക്കുട്ടി ഈ ഇടയ്ക്ക് ലക്ഷ്മി ചേച്ചി പറഞ്ഞ ആ കാറ് മേടിച്ച കാറ് 15 ലക്ഷത്തിന്റെ ലോണൊക്കെ കഴിഞ്ഞോ? ലോൺ കഴിഞ്ഞു. അപ്പം അതിനെപ്പറ്റി അപ്പൊ ലക്ഷ്മി ചേച്ചി പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. നമ്മളൊക്കെ ഭയങ്കര സ്റ്റാർ ആയിട്ട് കാണുന്നതാണ്. നിങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഒരു കാർ വാങ്ങിക്കുന്ന ഒരു തീരുമാനത്തിലെക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് ആലോചിച്ചു എന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് നാളത്തേക്ക് പോകാം. ഇവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ടല്ലോ, അത് പഴയ കാറാണ്. പക്ഷെ അവൾ എവിടെയെങ്കിലും ഇവിടെ അടുത്ത് പോകുമ്പോൾ അത് തന്നെ കൊണ്ടുപോകുന്നത്. മൈലേജ് കുറവായതുകൊണ്ട് അതിലാണ് പോകുന്നത്. ഇപ്പോഴും അവൾ പുറത്ത് പോകുമ്പോൾ ഇവിടുന്ന് യൂബർ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകും, അല്ലെങ്കിൽ A1 ബസ്സിന്റെ സ്റ്റോപ്പിൽ പോകും. അവിടെ നിന്ന് ഇനാഗ്രേഷൻ ആയാലും അവിടെ പോകും. ട്രെയിനിലാണ് പോകുന്നത്. കാർ ഇവിടെ എങ്ങനെയൊക്കെ പോകാനേ എടുക്കത്തുള്ളൂ. ശരി, നമുക്ക് നാളത്തേക്ക് പോകാം. ഈ സീസണിലെ വലിയ ആരാധകരും ഹേറ്റേഴ്സും ഒരുപോലെ തന്നെയാണ് നമ്മുടെ അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത്. ഹേറ്റേഴ്സിനെ അനുമോളെ വിമർശിക്കുന്നതിന് കാരണങ്ങളും ഏറെയുണ്ട്. ചെറിയ കാര്യം പോലും കരഞ്ഞും ബഹളവും വെച്ചും ഊതി പെരുപ്പിക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ സ്വാർത്ഥതയോടെ പെരുമാറുന്നു, വ്യക്തിഹത്യ ചെയ്യുന്നു തുടങ്ങിയവയാണ് അനുമോൾക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത്. ബിഗ് ബോസിലെ അനുവും ബിഗ് ബോസ് ഹൗസിന് പുറത്ത് അനുവിന്റെ വീട്ടുകാരും എപ്പോഴും പറയുന്ന കാര്യമാണ് പ്രാരാബ്ധങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് കടങ്ങൾ ഉണ്ടെന്നും ഏറെ കഷ്ടപ്പെട്ടാണ് അനു കുടുംബത്തെ നോക്കിയത് എന്നുമാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. വീടിന് ലക്ഷങ്ങളുടെ ലോൺ ഉണ്ടെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഈ അനുവിന്റെയും കുടുംബത്തിന്റെ വാദങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ഹോം ടൂർ 1-2 ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അനുമോളുടെ ഹോം ടൂർ വീഡിയോ ആണ് വന്നത്. ആര്യനാടുള്ള കുടുംബ വീടിന് പുറമെ മറ്റൊരു വീടും അനുമോൾക്കുണ്ട്. ഈ വീടാണ് ഹോം ടൂർ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. വലിയ വീടാണിത്. വീട്ടിലെ പഴയ ഒരു കാർ ഉൾപ്പെടെ 2 കാറുകളുമുണ്ട്. ഇത്രയും നല്ല സൗകര്യങ്ങളിൽ ജീവിക്കുന്നവർ എന്തിനാണ് പ്രാരാബ്ധം പറയുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. 2 വീടും 2 കാറും അവിടെ സ്വന്തമായി വീടില്ലാത്ത കണ്ടസ്റ്റന്റുമുണ്ട്. 2 കാറുണ്ടായിട്ടും ഊബർ, റെയിൽവേ സ്റ്റേഷനൊക്കെ വേണമത്രേ പുറത്തു പോകാൻ. എന്നാലല്ലേ ദാരിദ്ര്യം പറഞ്ഞ് വോട്ട് നേടാൻ പറ്റുള്ളൂ. ഇത്രയും ആർഭാടങ്ങൾക്ക് ലോൺ അടയ്ക്കുന്നതിന് പകരം അച്ഛന്റെ സർജറി വേഗം ചെയ്യാമായിരുന്നു. ഇതൊക്കെ ആ ഒരു ഹോം ടൂർ വീഡിയോയ്ക്ക് താഴെ ഇപ്പോൾ പ്രേക്ഷകരെ കുറിച്ച് കമന്റുകളാണ്. കാരണം അനുമോളാണ് ഇപ്പോൾ താരമായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ വന്നതുകൊണ്ട് തന്നെ ഇതിന്റെ താഴെ നിരവധി വിമർശന കമന്റുകൾ തന്നെയാണ്. അതും ഇത്തരത്തിലുള്ള കമന്റുകൾ. പണമുള്ളവന് ദാരിദ്ര്യം മാറുന്നില്ല. നെവിൻ, നീ തന്നെയാണ് ഭാഗ്യവാൻ. കാരണം നിനക്ക് ദാരിദ്ര്യമില്ല. ഉള്ളത് നീ മനസ്സിൽ കൊണ്ട് നടക്കുന്നു, ചിരിക്കുന്നു, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നു. നിന്നെ പലരും കാണാതെ പോകുന്നു. കാരണം പണമുള്ളവന്റെ കൂടെ എല്ലാവരും കാണും, ഇല്ലാത്തവന്റെ കൂടെ ആരും കാണത്തില്ല. 2 വീട് 2 കാർ എന്നിട്ടും പ്രാരാബ്ധം പറിച്ചു. ശരിക്കും ഇത്തരത്തിലുള്ള കമന്റുകൾ തന്നെയാണ്. അതായത് ഈ ഒരു കാറും 2 കാറും വലിയ, അതായത് ഒരു വീടിന് പുറമെയാണ് ഇപ്പോൾ ഈ ഒരു ഹോം ടൂർ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അത് ശരി, 2 കാറും 2 വീടും, ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ട് അതിൽ. എന്നിട്ട് ദാരിദ്ര്യം പറഞ്ഞ് വോട്ട് വിളിക്കുന്നു. നന്ദി ഇത് കാണിച്ചു തന്നതിന്. എന്തായാലും ഈ വീഡിയോ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അനുമോൾ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്.
ആരും അവൾക്ക് വോട്ട് കൊടുക്കല്ലേ, ഷാനവാസ്, നൂറ, അക്ബർ, നിവിൻ ഇവരെ ആരൊക്കെയും വിജയിക്കട്ടെ, അവരല്ലേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കപ്പ് കിട്ടേണ്ടവർ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് പോകുന്നത്. അതേസമയം അനുമോളെ അനുകൂലിച്ചെത്തുന്നവരും കമന്റുകളുണ്ട്. ഇവിടെ പലരും പറയുന്നു 2 വീടെന്ന്. ചേച്ചിക്ക് കല്യാണം കഴിക്കുമ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, വീട് വെക്കാൻ സഹായിച്ചു, അത് വിചാരിച്ച് അനുവിന്റെ വീടാകുമോ, അവൾക്ക് അവിടെ ഒരു റൂം കൊടുത്തെന്ന് കരുതി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ചേച്ചിയുടെ വീടാകാനായിരിക്കും സാധ്യത എന്നുള്ള രീതിയിൽ നമുക്കറിയാം. അനുമോളും വളരെ പ്രാരംഭത്തിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയത്. അല്ലെങ്കിൽ ഈ വീട് സ്വന്തമായിട്ടുണ്ടാവും. ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് പലരുടെയും സ്വപ്നമാണ്. അത് പലർക്കും ലോൺ ആയിരിക്കും. ഇപ്പം അനുമോൾ ഈ ഒരു വീടെടുത്തിരിക്കുന്ന ലോൺ എടുത്താണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് അവർക്കാണ് അറിയാം. ലോണിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചു പോകുമോ? ഇല്ല. അപ്പൊ വീട്ടിലെ കാറോ അല്ലെങ്കിൽ വീടിന്റെ ലോൺ, വീടെന്ന് പറയുന്നതേ ഒരു പ്രാരാബ്ദം തന്നെയാണ്. അത്രയ്ക്കും എമൗണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ഉള്ളവർക്ക് മാത്രമാണ് സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു PR-ന്റെ പേരിലാണ് ഇപ്പൊ അനുമോൾ ഒരുപാട് ഡിഗ്രേഡിങ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് കേൾക്കുന്നത്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. ഏതായാലും ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ എന്താണ് ഏത് രീതിയിലാണ് അവർക്ക് ആ ഒരു വിജയം കൈവരിക്കുക. ഇപ്പൊ എന്തായാലും ഇപ്പം ഈ ഒരു പുറത്തുപോയ കണ്ടസ്റ്റന്റ് എല്ലാം കൂടെ അതായത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അനുവിനെതിരെ തന്നെ നിൽക്കുവാണ്. നമ്മളാ ഒരു പ്രൊമോ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത്തരത്തിൽ അനു ഒറ്റപ്പെട്ട് നിൽക്കുന്നു, ബാക്കിയെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നൊക്കെ. എന്തായാലും ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, ജനങ്ങളുടെ കയ്യിലാണ്. പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ആരാണ് ഈ ഒരു കപ്പ് വിജയിച്ച് കൊണ്ടുപോകേണ്ടത്. എന്തായാലും ഗ്രാൻഡ് ഫിനാലെ ഉടനെ എത്തുമല്ലോ, അതായത് 9-ാം തീയതി ഗ്രാൻഡ് ഫിനാലെയാണ്, അന്നറിയാം. ഇപ്പോൾ തന്നെ ഫിനാലയുടെ പ്രോമോ വീഡിയോസ് പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അതെന്താണെന്നും അല്ലെങ്കിൽ എന്താ സത്യാവസ്ഥ എന്നുള്ളത് ഉടനെ തന്നെ അറിയാൻ സാധിക്കും.